ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസ് അനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വരികയാണ് കേട്ടോ. സോയാബീന് ഉണങ്ങിയതൊക്കെ ഞാൻ കുരു എടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് വന്നത് പച്ചയാണ്. രണ്ടെണ്ണം തൊലി കളഞ്ഞപ്പോൾ തന്നെ കയ്യിൽ കറുപ്പ് കളർ വരാൻ തുടങ്ങിയപ്പോൾ ഞാനത് നിർത്തി വെച്ചിട്ടോ. അപ്പോൾ ഉണങ്ങിയതിൻ്റെ കുരു എടുത്തതാണിത്. അപ്പോൾ ഞാനിതൊരു മസാലക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ പോണത്. കാരണം ബീഫ് വെക്കണ പോലെ വെക്കാമെന്ന് പറഞ്ഞിരുന്നു കുറേ പേര് അന്ന് കമൻറ്റ് ഇട്ടിട്ട് സോയാബീൻ്റെ വീഡിയോ ഇട്ടപ്പോൾ. അപ്പോൾ ഞാൻ മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മറ്റതൊക്കെ കളഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അതിനെ നല്ല വെള്ളത്തിൽ കൊണ്ട് പുഴുങ്ങിയെടുക്കുകയാണ്. പുഴുങ്ങിയിട്ട് കറ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറ നോക്കിയാൽ ആ വെള്ളത്തിൻ്റെ നിറം മാറിയത് കണ്ടാൽ അറിയാം അതിലെത്ര മാത്രം കറ ഉണ്ടെന്ന് കട്ട്. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കറ അപ്പോൾ അങ്ങനെ നോക്കുകയാണ് ഇത് എത്ര ഉണ്ടെന്ന്. അപ്പോൾ അത് എടുത്തിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടി കഴുകുന്നുണ്ട് കേട്ടോ. ഇന്ന് കഴുകിയിട്ട് ആണ് പാത്രത്തേക്ക് ഊറ്റിയിരുന്നത്. അപ്പോൾ ഇത് വേവണതിനനുസരിച്ച് അതിൻ്റെ തൊലി ഇളകി പോന്നിട്ടുണ്ട് കേട്ടോ. തൊലി ഇളകി പോകുന്നത് കൊണ്ട് തൊലി എടുക്കാൻ എളുപ്പമായി. തൊലി മാറ്റിയിട്ട് ആ പരിപ്പ് മാത്രം എടുക്കണം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത് കേട്ടോ. കാരണം ആ തൊലിയും കൂടി ചേർത്താൽ എന്താവും അറിയില്ല. ചിലപ്പോൾ ചിലർക്ക് പറ്റിയിട്ടില്ലെങ്കിലോ. മക്കളൊക്കെ കഴിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഓരും കഴിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അത്. ഞാൻ ഇന്നാളുണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാ അതിൻ്റെ തൊലി ഇളകിപ്പോയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനൊന്നുകൂടി കഴുകിയിട്ട് അങ്ങനെ വെച്ചതാണെങ്കിലും ആ ചൂട് പോയിട്ടില്ല. അപ്പോൾ ഇത്തിരി നേരം ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഇതാ എടുത്ത് കഴിഞ്ഞു കേട്ടോ. എടുത്ത് കഴിഞ്ഞു. ബാക്കിയൊക്കെയും തൊലിയാണ്. അല്ല, പാത്രത്തിൽ കുറച്ചുണ്ട്, തൊലി എടുത്തും കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല പ്യുവർ വെള്ള കളറായിരുന്നു. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. കയ്യിൽ കറയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ആ പച്ച രണ്ടെണ്ണം തൊലി ഒളിച്ചപ്പോൾ വന്ന കറയാണ്. ഈ ഉണങ്ങിയതെടുത്തപ്പോഴേക്ക് കറിയൊന്നും ആയിട്ടില്ല. അപ്പോൾ മസാലക്കറി വയ്ക്കാൻ വേണ്ടി കടായി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ ഉള്ളി ഇടാണ് കേട്ടോ. ഉള്ളി ഒരു 1.5 പൊട്ട് ഉള്ളി, ഒരു ഉള്ളിയും പിന്നെ ഒരു അര കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ചെമ്മീനും ഇത് മറ്റേ കൂന്തളുണ്ടല്ലോ, കൂന്തളൊക്കെ റോസ്റ്റ് ആക്കണ പോലെ ചെയ്യാനാണ് കേട്ടോ. പിന്നെ പുളിയൊന്നും ഞാൻ അതിൽ ഉപയോഗിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ മാറ്റം. പിന്നെ ഇത്തിരി ചിക്കൻ മസാല ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂന്തളൊക്കെ എങ്ങനെ റോസ്റ്റ് വയ്ക്കുക അതേപോലെ തന്നെയാണ്. എനിക്ക് കൂന്തളിൻ്റെ ഒരു മണം ഒക്കെയാണ് അന്ന് എടുത്തത് കേട്ടോ. അന്ന് ഞാൻ ഉണ്ടാക്കിയ സമയത്ത്. പക്ഷെ അന്ന് ഞാൻ മസാലക്കറി അല്ല ഉണ്ടാക്കി, അന്ന് തോരനായിട്ടാണ് ഉണ്ടാക്കിയത്. അന്ന് വേറൊരു അമരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അമരിക്കേൻ്റെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയത്, ഉപ്പേരി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടപ്പോൾ വേഗം വഴந்து വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കേട്ടോ. ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി അങ്ങനെ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല വഴന്നിട്ടണ വരെ. എന്നിട്ട് ഏകദേശം ആയപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത്തിരി ചിക്കൻ മസാലയും പച്ചമുളക് കീറിയിട്ടും കൊണ്ട് ഞാൻ പിന്നെ വേറെ മുളകൊന്നും എടുക്കണില്ല കേട്ടോ. അല്ല, അത് കുറേ മുളക് പൊടി ഇടുന്നില്ല, കുറച്ചേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത് ചിക്കൻ മസാലയാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇട്ടത്. കളറ് കണ്ടാൽ മഞ്ഞപ്പൊടിയാന്ന് തോന്നുന്നു, തോനെ ഇട്ടണല്ലോ എന്ന് വിചാരിക്കേണ്ട, അത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് നല്ലതായിട്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇടാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കുറച്ചാണ് ഒഴിക്കണുള്ളൂ, ഒരു കുഞ്ഞ് ഗ്ലാസ്സിലാണ് മാത്രമാണ് ഒഴിക്കണുള്ളൂ കേട്ടോ. ഇനി അതൊന്നും ഇങ്ങോട്ട് യോജിച്ച് വരട്ടെ വെള്ളം. ചൂടുവെള്ളം അല്ല കേട്ടോ. ഞാൻ ശരിക്കും ചൂടുവെള്ളമൊക്കെ നമ്മൾ പാരണമെന്ന് അറിയാം. പക്ഷേ ഞാൻ എളുപ്പത്തിന് പച്ചവെള്ളം തന്നെ പാരും കേട്ടോ. പിന്നെ അത് നല്ലൊന്ന് ഇളക്കി ഒന്നിങ്ങോട്ട് മിക്സായി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സോയാബീൻ പയർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇങ്ങോട്ട് ശരിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ ഞാൻ ഉപ്പിട്ടു. ഉപ്പ് ഇത്തിരി തോന്നിടുന്നത് എന്താ വെച്ചാൽ നമ്മൾ സോയാബീൻ പയർ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പയർ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് നമ്മുടെ അമരക്കക്കുരു പോലെ തന്നെയാണ് അല്ലേ, പക്ഷേ ഇത്തിരി വലിപ്പം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുക പിന്നെ ഒന്നുമില്ല കേട്ടോ. നമുക്ക്
നമ്മളത് വീട്ടിലുണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഈ കുരു കിട്ടുള്ളൂ. സോയാബീൻ്റെ ചണ്ടിയല്ലേ നമ്മൾ മറ്റത് ഉപയോഗിക്കുന്നത്. എണ്ണ എടുത്ത ശേഷം നമുക്ക് സംസ്കരിച്ച് വരുന്ന ഇതല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് ശരിയാണ്, പക്ഷേ അതിൻ്റെ 100 ഇരട്ടി ഗുണവും ടേസ്റ്റുമാണ് ഈ മസാലയ്ക്ക് കിട്ടുക, ഈ ഒരു പയർ മസാല വെച്ചാൽ. കാരണം അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും പോവാതെയാണ് അത് തിളപ്പിക്കണം. എന്താ വെച്ചാൽ അതിൻ്റെ ആ കറയും കട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാലും അതിൻ്റെ പകുതി ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാതെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ മസാലയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. കൂന്തൾ റോസ്റ്റിൻ്റെ മണമാണ് കേട്ടോ എടുക്കുന്നത്. ഭയങ്കര ഒരു നമുക്ക് കഴിച്ച് പോകാൻ തോന്നിപ്പോവും, അത്രയ്ക്കൊരു ഇതാണ്. അപ്പോൾ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണം, നന്നായിരുന്നു. ഹായ്, അപ്പോൾ നമ്മുടെ സോയാബീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കുമ്പോൾ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ ചന മസാലയൊക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് കേട്ടോ. ഞാൻ തിന്ന് നോക്കിയിട്ടില്ല, ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. വെള്ളപ്പയറിൻ്റെ ഒക്കെ ടേസ്റ്റ് കേട്ടോ, നല്ല രസമുണ്ട്. ഇനി കുറച്ചും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. കുരു ഇത് പുഴുങ്ങാനെടുത്തത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിൻ്റെ അത്ര തന്നെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുരു എടുക്കാത്ത കുറച്ചുണ്ട്. അപ്പോൾ അടിപൊളി കേട്ടോ. സോയാബീൻ വിത്ത് കിട്ടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കിക്കോളി. പെട്ടെന്ന് കായ്ക്കാൻ ഇത്തിരി പ്രയാസമാണ്, പക്ഷേ കായ്ച്ച് കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും. പിന്നെ ഇത് കണ്ടോ, എൻ്റെ കണ്ണിൽ കുരു കുറച്ച് ദിവസമായിട്ട് കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും ഈ കണ്ണുകൾ കാണൂല, അങ്ങോട്ട് വീർത്തിങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അത്രയും നല്ല വേദനയാണ് കേട്ടോ, നല്ല വേദനയാണ്. എന്താ ഇത് കുറേ മുന്നേ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെയും ഉണ്ടായതാ. അപ്പോൾ പിന്നെ എല്ലാവരോടും ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇനി